അപ്പനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മക്കൾക്ക് അധികാരം വേണം. ഗവർണറെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്കും. ഇന്നലെ കേട്ട രണ്ട് പ്രസ്താവനകൾ കേട്ട് മലയാളികളിൽ ചിലർ ഇന്നലെ ഊറിച്ചിരിച്ചു കാണും. മറ്റു ചിലർ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നോർത്ത് ലജ്ജിച്ച് കരഞ്ഞും കാണും. ആദ്യത്തെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയായിരുന്നു. ഗവർണർമാരെ പുറത്താക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അപ്പനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മക്കൾക്ക് അധികാരം നൽകണമെന്ന് ചോദിക്കും പോലെയായി ആ ആവശ്യം. ചേട്ടൻ ശബ്ദിച്ചാൽ പിന്നെ അനിയന് മിണ്ടാതിരിക്കാനാകുമോ? ഗവർണറെ വരെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആവശ്യം. തിരുത്താൻ അധികാരമുള്ളവനെ തിരുത്തപ്പെടേണ്ടവർ നിശ്ചയിച്ചാൽ എങ്ങനെയിരിക്കും? കേവലം 2 വർഷത്തിൽ കൂടുതൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി ഇരുന്നിട്ടുള്ളവർക്ക് ആജീവനാന്തം പെൻഷൻ കൊടുക്കുന്ന കാര്യം അറിഞ്ഞ കേരള ഗവർണർ ആ വിഷയത്തിൽ ഇടപെട്ടതാണ് ഇങ്ങനെ പ്രതികരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് വിവരം. അദ്ദേഹം ഇടപെടാൻ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായ കേന്ദ്രമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കോ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കോ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായി അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. എന്തായാലും സംഗതിയൊന്ന് കാര്യമായി തന്നെ അന്വേഷിച്ചു കളയാമെന്ന് തീരുമാനിച്ചു കേരള ഗവർണർ. അതിനായി ഫയലുകൾ ചോദിച്ചതോടെ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ കഷ്ടകാലം. ഗവർണർ പദവിയെ തന്നെ പരിഹസിച്ച് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലെ ഉന്നതന്മാർ തന്നെ രംഗത്തെത്തി. പിന്നീട് നടന്ന സംഭവബഹുലമായ കാഴ്ചകൾ ഇവയാണ്. ആദ്യം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഗവർണറെ കടന്നാക്രമിക്കുന്നു. ഗവർണർ പോസ്റ്റ് തന്നെ വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പിന്നാലെ സ്വതസിദ്ധമായ ശൈലിയിൽ മണിയാശാൻ വക ഗവർണർക്കെതിരെ തെറിവിളി. ഞാനായിട്ട് എന്തിനു മാറി നിൽക്കണമെന്ന് കരുതി പ്രതിപക്ഷ നേതാവ് സതീശനും ഗവർണറെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ ആരംഭിച്ചു. പിന്നീട് പ്രതിപക്ഷം ഒരു ടീമായി ഗവർണർ ഗോ ബാക്ക് വിളിക്കുന്നു. പിന്നെ കാണുന്നത് ഗവർണർക്കെതിരെ ബാലൻ സഖാവും K സുധാകരനും നടത്തുന്ന ഗർജനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പരസ്പര സഹായ സഹകരണ സംഘം ഒന്നാകെ ഗവർണറെ ആക്രമിക്കുന്നു. എന്തൊരു പരസ്പര സഹകരണം! കേരളത്തെ ബാധിക്കുന്ന ഏതെങ്കിലും നല്ല കാര്യത്തിൽ കേരളീയർ കാണാത്ത ഒത്തൊരുമ. അവരോട് പറയാനുള്ളത് ഗവർണറെ ആക്രമിച്ചോളൂ, ഓടിച്ചു വിട്ടോളൂ. പക്ഷെ അദ്ദേഹം ഉയർത്തിയ വിഷയം നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആ ചോദ്യത്തിന് ഭരണ പ്രതിപക്ഷ ഐക്യസേന മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ മന്ത്രിമാർക്ക് എന്തിനാണ് 25 പേഴ്സണൽ സ്റ്റാഫ്? 2.5 കൊല്ലം പേഴ്സണൽ സ്റ്റാഫായി ഇരിക്കുന്നവർക്ക് എന്തിനാണ് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് പാർട്ടിക്കാരെ മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കുന്നത്? ഓരോ മന്ത്രിസഭയും വന്നു പോകുമ്പോൾ ഓരോ മന്ത്രിയുടെയും 50 പേഴ്സണൽ സ്റ്റാഫിന് വീതം കേരളം പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത് ധൂർത്തും അനീതിയുമല്ലേ? കാരണം ഇപ്പോൾ ഓരോ 2.5 കൊല്ലം കഴിയുമ്പോഴും പെൻഷൻ കിട്ടാൻ വേണ്ടി മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റി നിയമിക്കുകയാണ്. ഓരോ മന്ത്രിസഭയുടെയും കാലാവധി കഴിയുമ്പോൾ ഒരു മന്ത്രിക്ക് 50 പേർ എന്ന നിലയിൽ 21 മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കൂടി 1110 പേഴ്സണൽ സ്റ്റാഫിന് പെൻഷന് അർഹത കിട്ടുന്നു. പെൻഷനും മേടിച്ചുകൊണ്ട് എല്ലാവരും തിരികെ പാർട്ടി വളർത്താൻ പോകുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, കാലിയായി കിടക്കുന്ന കേരള ഖജനാവിനോട് നിങ്ങൾക്കൊക്കെ എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഓരോ മാസവും കോടികളാണ് പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം മാത്രമായി കൊടുക്കുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് 2016-2021 കാലഘട്ടത്തിൽ 155 കോടി രൂപ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളത്തിന് മാത്രം ചെലവായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കൊല്ലം മുൻകാല പ്രാബല്യത്തോടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പേഴ്സണൽ സ്റ്റാഫിന്റെ ഇപ്പോഴത്തെ സാലറി സ്കെയിൽ 23,000-ൽ തുടങ്ങി 1,60,000-ലാണ് അവസാനിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തേണ്ട കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സ്റ്റാഫായി ആകെ 15 പേര് മാത്രമേ ഉള്ളൂ എന്നോർക്കുക. കേരളത്തിലെ പോലെ നേരിട്ട് നിയമിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫിന് പോലും കേന്ദ്രത്തിൽ പെൻഷന് അർഹതയില്ല. കാര്യമായ ജോലികളൊന്നുമില്ലാത്ത ചീഫ് വിപ്പിനും വെറും അലങ്കാര പദവി മാത്രമായ ഭരണപരിഷ്കാര കമ്മീഷനും എന്തിനാണ് കേരളത്തിൽ ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫ്? ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ മനസ്സോടെ എന്തിനാണ് ഗവർണറെ അധിക്ഷേപിക്കുകയും
ഗോ ബാക്ക് വിളിക്കുകയും ചെയ്യുന്നതെന്ന്. ഗവർണർ തറ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ഭരണകാര്യത്തിൽ ഇടപെടുന്നത് അനുചിതമാണെന്നും പറയുന്ന സുധാകരനോടും പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം ഗവർണറുടെ കുടുംബത്തിൽ നിന്നല്ല കൊടുക്കുന്നതെന്ന് പറയുന്ന മണിയാശാനോടും 5 പാർട്ടി മാറിയ ആളുടെ ഉപദേശം ആവശ്യമില്ല എന്ന് പറയുന്ന VD സതീശനോടും ഗോ ബാക്ക് വിളിക്കുന്ന ബാക്കി എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ: ഗവർണറാണ് ശരി. പ്രതിപക്ഷം ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത്. ഫെഡറൽ സംവിധാനം എന്നും പറഞ്ഞ് ഇവിടുത്തെ പരസ്പര സഹായ സഹകരണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വജനപക്ഷപാതം കണ്ടുമടുത്ത ജനങ്ങളുടെ ശബ്ദമാണ് ഗവർണർ. ഗവർണർ പദവി വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഭരണകക്ഷിയുടെ പാർട്ടി ഓഫീസല്ല, ഇന്ത്യൻ ഭരണഘടനയാണ്. പാർട്ടിക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കണമെങ്കിൽ സ്വന്തം പാർട്ടി ഫണ്ടിൽ നിന്ന് തന്നെ അവർ എടുത്തു കൊടുക്കണം. അല്ലാതെ അടുത്ത 5 തലമുറയെ വരെ പണയപ്പെടുത്തി വിദേശ ഏജൻസികളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയല്ല ചെയ്യേണ്ടത്. ഇനി മുതൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെടുക്കാൻ തയ്യാറാകട്ടെ. ഭരണം കഴിയുമ്പോൾ അവർ സർവീസിൽ തിരികെ പോകട്ടെ. മറ്റെല്ലാവരെയും പോലെ അവർക്കും 56 വയസ്സ് മുതൽ പെൻഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഇനിയെങ്കിലും കേരളത്തെ തുടർന്നുള്ള കടക്കണിയിൽ നിന്നും രക്ഷിച്ചേ മതിയാകൂ. ഇനിയെങ്കിലും ഭരണ പ്രതിപക്ഷങ്ങൾ നടത്തുന്ന പരസ്പര സഹായ സഹകരണ സംഘത്തിന്റെ തീവെട്ടിക്കൊള്ള കേരളത്തിൽ അവസാനിപ്പിച്ചേ മതിയാകൂ. അതെ, പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ വിഷയത്തിൽ ഗവർണറുടെ നിലപാടുകളാണ് ശരി. കേരള ഗവർണർക്ക് അഭിനന്ദനങ്ങൾ.